Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. 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 രാവിലെ തന്നെ ക്ലാസ് ഒക്കെ കേട്ട് ക്ഷീണിച്ച് ടയർഡായിട്ടിരിക്കണം എല്ലാവരും. ഇല്ല മിസ്. മിസ് വോയിസ് എന്തോ ഒരു ഇതായിട്ടാ കേക്ക്. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അതെ, ഇടയ്ക്ക് ഒരു രണ്ടായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ക്ലാസ് ടോട്ടലി മൊത്തത്തിൽ ക്ലിയർ ആവാത്തതോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി ഒന്നോ രണ്ടോ പേർക്കാണെങ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാൻ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. എന്റെ പേര് ട്രീസ. കേട്ടോ എല്ലാവരും? ഓക്കെ, ജസ്റ്റ് എന്നെ പരിചയപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാവരെയൊക്കെ പരിചയപ്പെടാം. പിന്നെ ഒറ്റയടിക്ക് ഇത്രയും കുട്ടികളൊക്കെ ഇല്ലേ നിങ്ങള് പെട്ടെന്ന് നമുക്ക് പരിചയപ്പെടാനൊന്നും പറ്റില്ല. സോ ഓരോ ക്ലാസ്സിലൂടെ നമുക്ക് എല്ലാവരെയൊക്കെ പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, നിങ്ങള് ഹോസ്പിറ്റൽ ഫീൽഡിൽ നേരത്തെ ഏതെങ്കിലും ഓൾറെഡി പഠിച്ച കുട്ടികളൊക്കെ ആണോ നിങ്ങള്? അതെ മിസ്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് കോഴ്സ് ആയിരുന്നു? ഞാൻ GD എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ്. വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഒരു വർഷം വർക്ക് ചെയ്തായിരുന്നു, പിന്നെ കല്യാണമൊക്കെ ആയപ്പോഴത്തേക്ക് റിസൈൻ ഇട്ടായിരുന്നു. ചോദിച്ചത് കാരണം ചില കുട്ടികൾ ഓൾറെഡി നമുക്കിങ്ങനെ അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ളതോ പഠിച്ച കുട്ടികളൊക്കെ ഇരിക്കുമല്ലോ. എല്ലാവരും ഇല്ല, പിന്നെ ഒത്തിരി പേർക്ക് ഗ്യാപ്പുള്ളവരൊക്കെ ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? ഒത്തിരി വർഷം ഗ്യാപ്പായിട്ട് വരുന്നവര് ഒക്കെ ഉണ്ടല്ലേ? ഒക്കെ കുഴപ്പമില്ല, ഗ്യാപ്പായിട്ടൊക്കെ ചിലപ്പോ അത് കാർഡിയോളജി കുറെ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ആദ്യം ചിലപ്പോ അങ്ങനെ ഗ്യാപ്പ് വരുമ്പോ പിന്നീട് ഒരു കോഴ്സ് പഠിക്കുമ്പോഴേ ചിലപ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മാക്സിമം എല്ലാ ടീച്ചേഴ്സും പഠിക്കാനായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾ പയ്യെ പഠിച്ചു വരുന്നതിനുള്ളൂ. സോ നമുക്ക് പിന്നെ പുതിയ ടേംസ് കാര്യങ്ങളൊക്കെ ചിലപ്പോ കേൾക്കും ഹോസ്പിറ്റലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ. അപ്പോ കുഴപ്പമില്ല, നമുക്ക് പയ്യെ പഠിച്ചു പോവാ കേട്ടോ. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഓക്കെ മിസ്. നിങ്ങൾ പറഞ്ഞില്ലേ ഇനി ക്ലാസ് നിങ്ങള് മാക്സിമം എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾ ഒരാളെ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മക്കളും കാര്യങ്ങളൊക്കെ മറ്റു കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും. സോ നമ്മൾ പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, നിങ്ങൾ അത് റെസ്പോൺസും വേണം. അന്നത് മ്യൂട്ട് ചെയ്ത് മിണ്ടാണ്ടിരിക്കുന്നതല്ല, എന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ റെസ്പോൺസ് ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് തുടങ്ങുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞത് ഹോസ്പിറ്റൽ വാർഡ് എന്നാണ് കേട്ടോ.
നമ്മളൊരു അറിയാം ഹോസ്പിറ്റലിനുള്ള ഒരു വാർഡിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വ്യക്തികളായിരിക്കുമല്ലോ. ഒരു തവണയെങ്കിലും 2 തവണ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമുക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നമ്മളെ അഡ്മിറ്റ് ചെയ്യുമ്പോ ഇപ്പൊ പെട്ടെന്ന് പോയി വരുന്ന ഒരു കാര്യമല്ല. അഡ്മിറ്റ് ചെയ്യുമ്പോ നമുക്കൊന്നില്ലെങ്കിൽ സെപ്പറേറ്റ് റൂം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വാർഡിലായിരിക്കും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോ ഈ വാർഡിനുള്ളിൽ എന്തൊക്കെയാണ് ആ ഒരു വാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ വാർഡ് അതിനുള്ളിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മള് അറ്റ്ലീസ്റ്റ് എന്താ പറയാ അവിടെ ഒരു അഡ്മിറ്റ് ആയി അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല നമുക്കറിയാവുന്നത്. പക്ഷെ അതിലപ്പുറം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വാർഡിനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ളത് ഒരു ഡെഫിനേഷൻ പോലെ തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്കൊന്ന് ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. A ward is a room in a hospital where beds are arranged for many people. Often people who need similar treatment. Stay can be long term or short term, depending upon the severity of condition. മനസ്സിലായോ? വായിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നോക്കാം. A ward is a room in a hospital. ഒരു ഹോസ്പിറ്റലിനുള്ളിലെ ഒരു റൂമാണ് വാർഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കുഞ്ഞു റൂം എന്നല്ലോ ഒരു ഹോസ്പിറ്റലിൽ ഒരു നീളത്തിലുള്ള ഒരു റൂമാണ് ഒരു വാർഡ് എന്ന് പറയുന്നത്. ഇനി അവിടെ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ബെഡ്സ് ആർ arranged for many people. ഒരു ബെഡോ 2 ബെഡോ എന്നല്ല, ഒരു 10-20 ബെഡുകൾ അവൈലബിൾ ആണ് അവിടെ അല്ലെ. കാരണം അത്രയും പേഷ്യൻസ് ആ ഒരു വാർഡിൽ അഡ്മിറ്റഡ് ആയിരിക്കും. സോ ബെഡ്സ് ആർ arranged for many people. പീപ്പിൾ ഉദ്ദേശിക്കുന്നത് ആരാണ്? പേഷ്യൻസ് ആണ്. പേഷ്യൻസിന് വേണ്ടി ഒത്തിരി ബെഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ് വാർഡ് എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് നോക്കാട്ടോ. Often people who need similar treatment. ഏകദേശം സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളായിരിക്കും വാർഡിൽ പ്രൊവൈഡ് ചെയ്യുക. Stay can be long term or short term, depending upon the severity of condition. നമുക്കറിയാം നമ്മളൊരു വാർഡില് ഒരു പേഷ്യന്റ് അഡ്മിറ്റഡ് ആയി. സോ നമ്മുടെ തൊട്ടിപ്പുറത്ത് അടുത്ത ബെഡിൽ വേറൊരു പേഷ്യന്റ് കിടക്കുന്നുണ്ട്. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത ആ സെയിം ഡേറ്റിൽ തന്നെ ആയിരിക്കോ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ അപ്പുറം കിടക്കുന്ന ബെഡിൽ കിടക്കുന്ന ആളെ ഡിസ്ചാർജ് ചെയ്യുന്നത്? ആണോ? അല്ല. അല്ല അല്ലേ. എല്ലാവരെയും ഒരേപോലെ അഡ്മിറ്റ് ചെയ്യുകയും ഒരേപോലെ ഡിസ്ചാർജ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു പ്രോസസ് അല്ല. സോ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അല്ല എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമില്ലേ? അതാണ് സെവറിറ്റി ഓഫ് കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്. ഓരോ പേഷ്യന്റിന്റെ അസുഖമായിരിക്കില്ലല്ലോ മറ്റൊരു പേഷ്യന്റിന്. അയാളുടെ കണ്ടീഷൻ ആയിരിക്കില്ല മറ്റൊരു പേഷ്യന്റിന്. ചിലർക്ക് ഒരു പനിയോ ചുമയോ ചെറിയ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരു 3 ഡേയ്സിന്റെ ഇഞ്ചക്ഷനോ മെഡിസിൻസോ അതുകൊണ്ട് ചിലപ്പോ ആള് റിക്കവറി ആവാം, അല്ലെങ്കിൽ ആളുടെ അസുഖം ഭേദമായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിന് ചിലപ്പോ ഒരു 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടൊക്കെ ഡിസ്ചാർജ് ചെയ്യും. അതാണ് ഒരു ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ. ചില പേഷ്യൻസിന് ചിലപ്പോ ഒരു 5 ഡേയ്സ് ഇഞ്ചക്ഷൻ ആയിട്ടും ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ആൾക്ക് കുറവൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു 10 ഡേയ്സ് ആൾ അഡ്മിറ്റഡ് ആക്കും അവിടെ അല്ലെ. അപ്പൊ കുറച്ചും കൂടി അതൊരു ലോങ് ടേം ആയി അല്ലെ. അപ്പൊ അത് ഓരോ പേഷ്യൻസിന്റെ രോഗാവസ്ഥ എങ്ങനെയാണ് അവരുടെ രോഗാവസ്ഥയുടെ കണ്ടീഷൻ ഉണ്ടല്ലോ അത് മനസ്സിലാക്കിയിട്ടാണ് പേഷ്യൻസിനെ ലോങ് ടേം ആണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ആണോ അഡ്മിറ്റഡ് ചെയ്തതെന്ന് തീരുമാനിക്കുന്നത്. അതാണ് ഇതിന്റെ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക കേട്ടോ. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Stay can be long term or short term, depending upon the severity of condition. അല്ലെ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് വാർഡ് എന്ന് പറയുന്നത്. അവിടെ ബെഡ്സ് ആർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മിനി പേഷ്യൻസിന് വേണ്ടി, ഒത്തിരി പേഷ്യൻസിന് വേണ്ടി. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഓരോ ഹോസ്പിറ്റലിലെ വാർഡൊക്കെ ആ ഒരു ലെങ്ത് അനുസരിച്ചായിരിക്കും അല്ലെ. ചിലപ്പോ ഒരു 10 ബെഡുകളോ അല്ലെങ്കിൽ 20ഓ 25ഓ പേഷ്യൻസിന് അവൈലബിൾ ആകാനുള്ള ഒരു രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചില പേഷ്യൻസിന് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും കൊടുക്കുക. നമ്മൾ പറഞ്ഞു പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ മാനിച്ചുകൊണ്ടാണ് ആൾ എത്ര ദിവസം കിടക്കണം, ലോങ് ടേം കിടക്കണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം കിടക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? കുഴപ്പമില്ലാലോ? ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഒന്നുകൂടി റിപ്പീറ്റ് ഒക്കെ ചെയ്യാൻ ടീച്ചർ. നെക്സ്റ്റ് നോക്കാം. The purpose of any hospital ward. Purpose means എന്താ?
ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ റൂമുകൾ മാത്രം പോരെ, അല്ലെ? റൂം മാത്രം മതിയല്ലോ? ഇങ്ങനെ ഒരു വാർഡിന്റെ ആവശ്യമുണ്ടോ? അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വാർഡ് സെപ്പറേറ്റ് ആയിട്ട് സജ്ജീകരണം ചെയ്തിരിക്കുന്നത്? അതിന്റെ പർപ്പസസുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഉദ്ദേശം എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓരോ പോയിന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ പോയിന്റ് വെച്ച് നോക്കാം കേട്ടോ. എളുപ്പമാണ് പോയിന്റ്, കുഴപ്പമൊന്നുമില്ലാത്ത പഠിക്കാൻ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഡയഗ്നോസിസ് മീൻസ് എന്താ ഡയഗ്നോസിസ് ഉദ്ദേശിക്കുന്നത്? ഡയഗ്നോസിസ് നിരീക്ഷണം. ഓക്കെ, രോഗനിർണയം അല്ലെ? നിർണയം എന്ന് വെച്ചാൽ രോഗം കണ്ടുപിടിക്കണ്ടേ നമുക്കറിയാം. നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുമ്പോ തുടങ്ങി ഓരോ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും അല്ലെ? ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അലർജി ടെസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ അസുഖത്തിന്റെ എന്താണോ നമ്മുടെ രോഗം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യും അല്ലെ? ഈ ടെസ്റ്റുകളുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന രോഗമാണ്, അപ്പൊ നമുക്ക് അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്സ് ആരംഭിക്കാമെന്നുള്ളത് തീരുമാനത്തിലെത്തുന്നത്. സോ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗം നിർണ്ണയിക്കുക, അതിനുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും തുടരുക. അതാണ് ഒരു ഫസ്റ്റ് ഉദ്ദേശം എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗം നിർണ്ണയിക്കുക, അതിനുള്ള ചികിത്സ തുടങ്ങുക. സെക്കൻഡ് പോയിന്റ് നോക്കാം, പ്രൊമോട്ടിംഗ് ഹെൽത്ത്. ഹെൽത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അവിടെ പ്രൊമോട്ടിംഗ് ഉദ്ദേശിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. ഫസ്റ്റ് സെയിം ഇതുപോലൊക്കെ തന്നെ, അതായത് ആ പേഷ്യൻസിന്റെ ആരോഗ്യനിലയെ പ്രോത്സാഹിപ്പിക്കണം. ആരോഗ്യനിലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. അവരുടെ ഹെൽത്തിനെ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, ടീച്ചിങ്. ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താ? പഠിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ടീച്ചിങ് അല്ലെ? നമുക്കൊരു ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ ആ ഒരു പഠനത്തിനല്ല ഇവിടെ പറയുന്നത്, മറിച്ച് എന്താണ്? പേഷ്യൻസിന്റെ രോഗം അല്ലെ? അവരുടെ രോഗാവസ്ഥ, അവരുടെ സിറ്റുവേഷൻസ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മീൻസ് നഴ്സസിന്റെ ഭാഗത്തു നിന്നും ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും അവരുടെ പേഷ്യൻസിനെ കുറിച്ച് കൂടുതലായിട്ട് അവർക്ക് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഒരു ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് 3 പോയിന്റ് ഓക്കെ അല്ലേ? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് ടീച്ചിങ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആവുന്നതെല്ലാം? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റിസർച്ച്. നമുക്കറിയാം റിസർച്ച് നടത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഗവേഷണം നടത്തുക എന്നൊക്കെ മീനിങ് ആണ്. ഇവിടെ ഗവേഷണം നടത്തുക എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു ടീച്ചിങ്ങിന്റെ ആ ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. ഇപ്പോ രോഗനിർണയം ടെസ്റ്റുകളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും രോഗനിർണയം നടത്തി ആ രോഗത്തിന് പറ്റിയുള്ള ഗവേഷണം നടത്തുക. ഗവേഷണം മീൻസ് ഇവിടെ ഒരു പ്രൊജക്ട് പോലെ ചെയ്യുകയോ അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോ ആളുടെ പേഷ്യന്റിന് ഒരു രോഗം കണ്ടു, പേഷ്യന്റിന് ഓൾറെഡി പാരമ്പര്യമായിട്ട് ചില അസുഖങ്ങളൊക്കെ വരാറുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും വന്നതാണോ, അല്ലെങ്കിൽ രോഗത്തിന്റെ ഒരു ഉറവിടങ്ങൾക്ക് നമ്മൾ കണ്ടെത്തില്ലേ എവിടെന്നാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട് അല്ലെ? ഇപ്പൊ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ ആരെങ്കിലും ഈ ഒരു അസുഖം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു രോഗത്തെ പറ്റി ഒരു എന്താ പറയാ കൂടുതൽ അറിവ് നേടുകയാണ്. അറിവ് നേടുക മീൻസ് കണ്ടെത്തുക അല്ലെ? എങ്ങനെയാണ് ഈ രോഗം ഉണ്ടായത്, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സിംറ്റംസ് വന്നായിരുന്നോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ അതിനൊരു പഠനം നടത്തുകയാണ്, റിസർച്ച് നടത്തുകയാണ്. അതാണ് ഇവിടെ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ അത്രയും മനസ്സിലാക്കുക. ഉള്ളിലൊന്നും തലവറൊന്നും ആലോചിക്കണ്ട, നിങ്ങൾ ആ മീനിങ് മാത്രമൊന്നും മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം, render professional nursing and medical care to patient. Render means render professional nursing അല്ലെ? നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സസിന്റെ സേവനം എന്ത് ചെയ്യുക? സേവനം നൽകുക, റെൻഡർ ചെയ്യുക അല്ലെ? നല്ലൊരു പ്രൊഫഷണൽ നഴ്സിന്റെ ഒരു സേവനം കൊടുക്കണം വാർഡില്. നമുക്കറിയാം വാർഡിൽ നമ്മൾ കിടക്കുമ്പോഴേ അല്ലെങ്കിൽ റൂമിലായാലും അഡ്മിറ്റ് ചെയ്യുമ്പോഴും നഴ്സസ് ഇടയ്ക്ക് വരാറില്ലേ? BP നോക്കാനോ ടെമ്പറേച്ചർ നോക്കാനോ പൾസ് നോക്കാനോ. അതിൽ കൂടാതെ തന്നെ അവര് രാവിലെയും ഉച്ചയ്ക്കും അല്ലെങ്കിൽ രാത്രിയൊക്കെ മെഡിസിനും ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് ഇഞ്ചക്ഷൻ തരുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട് അല്ലേ? നമുക്കൊരു പ്രൊഫഷണൽ നഴ്സിന്റെ ആ ഒരു കെയർ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ പ്രൊഫഷണൽ നഴ്സിന്റെ കെയറും അതുപോലെ തന്നെ മെഡിക്കൽ കെയറും, അതായത് നമ്മുടെ രോഗത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെ? രോഗീ പരിചരണവും നൽകുക എന്നതാണ് മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് കെയറും ട്രീറ്റ്മെന്റ്സും നൽകുക. ലാസ്റ്റ് പോയിന്റ് നോക്കാം, provide necessary equipments, essential drugs and all other requirements for patient's care in an organized manner.
ഇവിടെ എസെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താ മീനിങ് വരിക? ഡ്രഗ്സ് മെഡിസിൻ ആണ്. മെഡിസിൻ ആണ്. നോക്കാം. പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്. നമ്മള് വാർഡില് കിടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒത്തിരി എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വാർഡിൽ കാണാറില്ല. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? വാർഡിൽ കാണുന്ന എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളിലെ കുറിച്ച് നമ്മളെ ബെഡും പേഷ്യന്റും മാത്രം ഉണ്ടാവുള്ളൂ വാർഡില്? ബാക്കി എന്തൊക്കെ കോമൺ ആയിട്ട്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ മാം? ക്ലിയർ ആവുന്നില്ല. ഓക്കെ, എക്യുപ്മെന്റ്സ് ആരും വാർഡ് കണ്ടിട്ടില്ല ഹോസ്പിറ്റലില്ല? സ്റ്റാൻഡ് ഓക്സിജൻ സിലിണ്ടർ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ. ECG മെഷീൻ പിന്നെ ഓക്സിജൻ സിലിണ്ടർ, അങ്ങനെ നെബുലൈസേഷന്റെ സംഭവം അല്ലെ? അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു വാർഡിനെ സംബന്ധിച്ച് വരുന്ന എക്യുപ്മെന്റ്സ് ആണ് അല്ലെ? സോ നെസസറി എക്യുപ്മെന്റ്സ്, അത്യാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങള്. പിന്നെ എന്താണ്? എസെൻഷ്യൽ ഡ്രഗ്, ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന മരുന്നുകളും. ഓൾ അതർ സ്റ്റോഴ്സ് റിക്വയർമെന്റ്, അതർ സ്റ്റോഴ്സ് ബാക്കി അത്യാവശ്യമായിട്ട് പേഷ്യൻസിന് വേണ്ടി ആവശ്യമായി വരുന്ന ബാക്കി സാധനങ്ങൾ, റിക്വയർമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഓർഗനൈസ്ഡ് മാനറിൽ ഇത് പ്രൊവൈഡ് ചെയ്യുക. ഓർഗനൈസ്ഡ് മാനർ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, പ്രോപ്പർ ആയിട്ട് ഒരു സംഘടിതമായിട്ട് അല്ലെങ്കിൽ വേണ്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഇതെല്ലാം എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് പർപ്പസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് വായിക്കാം കേട്ടോ പോയിന്റ്സ്. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗം നിർണ്ണയിക്കുക, ദെൻ അതിനുള്ള ചികിത്സ കൊടുക്കുക. പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ആരോഗ്യത്തിന് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഷ്യൻസിന്റെ. ദെൻ ടീച്ചിങ്, നമ്മൾ പറഞ്ഞു ഒരു പഠനം നടത്തുക, പേഷ്യൻസിന്റെ ഒരു പഠനം നടത്തുക. ദെൻ റിസർച്ച്, ഈ ഒരു രോഗത്തിന്റെ കാരണങ്ങളോ അല്ലെങ്കിൽ മറ്റ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തുക. ദെൻ റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്, നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗിന്റെ കെയറും ബാക്കിയുള്ള മെഡിക്കൽ കെയറുകളും, അതായത് രോഗത്തിന്റെ രോഗീയ പരിചരണവും നൽകുക. Then last point നോക്കാം. Provide necessary equipments, essential drugs and all other stores requirement for patient care in an organized manner. അവിടെ ആവശ്യമുള്ള വാർഡിലേക്ക് പേഷ്യൻസിന് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ്, അവിടെ ഉപകരണങ്ങൾ നമ്മൾ പറഞ്ഞു ലൈക്ക് ഇതുപോലെ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറോ നെബുലൈസേഷന്റെയോ ECGയുടെയോ അങ്ങനെയുള്ള സംഭവങ്ങൾ എക്യുപ്മെന്റ്സ് അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും അത്യാവശ്യമുള്ള മെഡിസിൻസ് പിന്നെ വരുന്നത് എന്താണ്? ഇഞ്ചക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെയാണോ? എല്ലാ പോയിന്റ്സും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആ ഡെഫിനേഷനും ഒന്ന് വായിക്കാം. പർപ്പസ് നമ്മൾ ഇപ്പൊ എടുത്ത് നിർത്തിയില്ലേ പർപ്പസ് വരെ, അതുവരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾ ഓരോന്ന് വായിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് മീനിങ് ഒന്ന് കാണണേ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. 5 minutes ടൈം തരാം, നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വായിക്കാം. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? എന്തെങ്കിലും വോയിസിന്റെ കട്ടിങ് വരുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെയാണോ? ക്ലിയർ ആവുന്നില്ല. ടീച്ചിങ്ങും റിസർച്ചും ഒന്നും കൂടെ പറയൂ. ഏതാ ക്ലിയർ ആയി ചോദിച്ചോളൂ. ദ പ്രൊപ്പോസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ളതില് ടീച്ചിങ്ങും റിസർച്ച് അതൊന്നും കൂടെ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ ടീച്ചിങ് എന്ന് പറയുമ്പോൾ പഠനം, നമ്മളുടെ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഒരു ടീച്ചറും തമ്മിലുള്ള ടീച്ചിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇവിടെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ് നമ്മളുടെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെ രോഗം എന്താണെന്ന് നമ്മള് ആ രോഗത്തെ കുറിച്ചൊരു ടീച്ചിങ് നടത്തുന്നത്. ടീച്ചിങ് മീൻസ് എന്താണ്? ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഈ രോഗം എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ രോഗിയെ കുറിച്ച് തന്നെ ഒരു പഠനം നടത്തുക. നമുക്കറിയാം ഈ നേഴ്സും പേഷ്യന്റും തമ്മിലൊരു റിലേഷനൊക്കെ ഉണ്ടാവും. മീൻസ് അവരുടെ രോഗാവസ്ഥയോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ നേഴ്സ് അല്ലെ ഇപ്പൊ മെഡിസിൻ തരുമ്പോഴും ഓക്കെ ആണോ, കുഴപ്പമുണ്ടോ, റിക്കവറി ആയോ, ഓരോ ദിവസവും നഴ്സിംഗും ആ ഒരു പേഷ്യന്റും തമ്മിലൊരു ചെറിയൊരു റിലേഷനൊക്കെ വരാറുണ്ട്. ഒരു 5 days 10 days ഒക്കെ നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുമ്പോ ആ ഒരു നഴ്സുമാരായിട്ട് നമ്മളൊരു ചെറിയൊരു റിലേഷനിലേക്ക് വരും അല്ലേ? സോ അതാണ് ഒരു ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രോഗിയെ കൂടുതൽ അടുത്തറിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അവരോടൊന്ന് കണക്ട് ആവുക, അതാണ് ടീച്ചിങ്ങിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ വായിച്ചോളൂ. എല്ലാവരും വായിക്കാം. ഡെഫിനേഷൻ വായിക്കണം.
ടൈമിന്റെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാം. ദെൻ പർപ്പസ് ഒന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഓക്കെ ടീച്ചർ. ഓക്കെ, ഓൾമോസ്റ്റ് വായിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നോട്ട് എല്ലാവരുടെ വായിച്ചു കഴിഞ്ഞു മിസ്. നമ്മളെടുത്ത ഒരു ഡെഫിനിഷനും പർപ്പസും എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ? യെസ് മാം. യെസ് മാം. നെക്സ്റ്റിനകത്തോട്ട് പോയിക്കോട്ടെ. കുറച്ച് പോർഷൻ എടുക്കുന്നുള്ളൂ, ഓവറായിട്ടൊന്നും എടുത്ത് നിങ്ങൾ ബോറാക്കില്ല കേട്ടോ. കുറച്ച് എടുത്ത് പോകുന്നുള്ളൂ. നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയാണ്, നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ കോപ്പി ഉണ്ടോ? ഇതിന്റെ ചാപ്റ്ററിന്റെ PDF കോപ്പി ഉണ്ടോ? എടുത്തിട്ടില്ല, കോപ്പി എടുത്തില്ല മിസ്. മാക്സിമം നിങ്ങളൊന്ന് കോപ്പി എടുത്ത് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാലോ. സോ മഴ കാരണം വീട്ടിലോട്ട് ഇറങ്ങാൻ വയ്യ, അതാകെ പ്രശ്നം. മാക്സിമം നിങ്ങളൊന്ന് കോപ്പി എടുത്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം വേറൊന്നല്ല, ക്ലാസ് എടുക്കുമ്പോ ഇമ്പോർട്ടൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുമല്ലോ ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സ്റ്റാർ എഴുതിയോ അല്ലെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തൊക്കെ പോകാം കേട്ടോ. പിന്നെ നിങ്ങൾ നോട്ട്ബുക്സ് എടുത്ത് വെച്ചിട്ടുണ്ടോ കയ്യില്? നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി PDF വരുന്നതൊക്കെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. നമുക്ക് എക്സ്ട്രാ ഒന്നും അധികം എഴുതാനില്ലല്ലോ, ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണല്ലോ. സോ പിന്നെ നമുക്ക് എക്സ്ട്രാ നോട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതാത് ടീച്ചേഴ്സ് എക്സ്ട്രാ നോട്ട് തരും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചിലതൊക്കെ നോട്ട്സിൽ ഒന്ന് നിങ്ങളോട് എഴുതാനും പറയും കേട്ടോ. അപ്പോൾ നോട്ട്സ് മാക്സിമം കയ്യിൽ എപ്പോഴും അതിനകത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഒരു നോട്ട്ബുക്കും പെന്നും വെക്കാം. കോപ്പി ഉണ്ടെങ്കിൽ കോപ്പി എടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലോട്ട് പോകാം. അപ്പൊ നമ്മള് എന്താണ് ഒരു വാർഡ് എന്ന് നമ്മൾ പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വാർഡുകള് ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ്. കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ്. ഓക്കെ, ഒരു വാർഡിനുള്ളിൽ സ്പേസസുകൾ ഏതൊക്കെ ഏരിയകളാണ് ഒരു വാർഡിനുള്ളിൽ വരുന്നത് എന്നാണ് നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ച് എളുപ്പം പഠിക്കാനായിട്ട് പറയാം. ഒരു കോഡ് പോലിട്ട് നമുക്ക് പഠിക്കാം. PNC അത്ര നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. PNC വാർഡ് സ്പേസ്. വാർഡ് സ്പേസിൽ വരുന്നതാണ് PNC എന്ന് പഠിക്കാം. ഏതൊരക്കത്തിൽ ചോദിച്ചാലും PNC എന്ന് പറയാൻ പറ്റണം കേട്ടോ. ഹാർട്ട് പഠിക്കുമ്പോഴേ 2 പോയിന്റ് കിട്ടി, മൂന്നാമത്തെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു പോകും. സോ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പി ഉള്ളവര് സൈഡിൽ ഒന്ന് PNC എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്തിട്ടാട്ടോ. PNC എന്താണെന്ന് നോക്കണ്ടേ? അപ്പോ വാർഡില് പ്രധാനപ്പെട്ട 3 കോൺസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭാഗങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതെങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ കേട്ടോ. നോക്കാം. P എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സ്പേസ്. N എന്ന് ഉദ്ദേശിക്കുന്നത് നഴ്സിംഗ് സ്പേസ്. C കോറിഡോർസ്. അതാണ് PNC ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ലേ? വാർഡ് സ്പേസ്, PNC അങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങൾ ഏത് എളുപ്പത്തിലും P എന്ന് പറയുമ്പോൾ എന്താ? പേഷ്യന്റ് ആണെന്ന് അറിയാം. M nurse. പേഷ്യന്റിന്റെയും നഴ്സിന്റെയും നടത്തിക്കൂടെ ഒരു കോറിഡോർസ്, ഇടനാഴി അല്ലെങ്കിൽ കോറിഡോർസ്. PNC എന്നുള്ള കോഡ് വെച്ച് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. PNC നിങ്ങൾ ഒരിക്കലും മറന്നു നോക്കില്ല. പേഷ്യന്റ് ഉണ്ട്, നേഴ്സ് ഉണ്ട്, നടുക്കിലൊരു കോറിഡോർസ് ഉണ്ട്. ഓക്കെ, ഇനി മ്യൂട്ട് എന്തൊക്കെയോ ഓക്കെ. അപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാർഡ്സ് എന്തൊക്കെയായിരുന്നു? PNC മറന്നു പോകരുത് നിങ്ങള്. എളുപ്പം ഒരു കോഡ് പോലെ ടീച്ചർ പറഞ്ഞതുള്ളൂ, കാരണം പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമത്.
PNC. പേഷ്യൻ സ്പേസ് നമുക്കറിയാം. പേഷ്യൻ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഷ്യന്റ് കിടക്കുന്ന ഒരു ഏരിയയിലെ പേഷ്യന്റ്, അതായത് വാർഡില് കുറച്ച് ബെഡ്സും കാര്യങ്ങളും പേഷ്യൻസും അല്ലെ, ആ ഒരു ഏരിയയിലാണ് നമ്മൾ പേഷ്യൻ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് കിടക്കുന്ന ഒരു ബെഡും കാര്യങ്ങളും ആ ഒരു ഏരിയ അല്ലെ, അതാണ് പേഷ്യൻ സ്പേസ്. സെക്കൻഡ് വൺ നഴ്സിംഗ് സ്പേസ്. നിങ്ങൾ വാർഡിൽ കണ്ട് ശ്രദ്ധിച്ചു കാണും അല്ലെ, അതായത് വാർഡിന്റെ ഏകദേശം ഓൾമോസ്റ്റ് അത്രയായിരിക്കും അല്ലെ, ചെറിയൊരു സ്ക്വയറിൽ ഒരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നഴ്സുമാർ ഇരിക്കുന്നുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? Yes, ma'am. ഉണ്ട് മാം. ഉണ്ട്. ഓക്കെ ഓക്കെ ഷിംല കണ്ടിട്ടുണ്ട് അല്ലെ? Yes, sir. ഓക്കെ ഷിംല എങ്ങനെയാണ് അപ്പോ ആ ഒരു സ്പേസില്, അല്ലെങ്കിൽ ആ ഒരു സ്പേസില് എന്തൊക്കെയാണ് നമുക്ക് അവിടെ കാണുന്നത്? നിങ്ങള് അവിടെ അവരെ റെക്കോർഡ്, നമ്മൾ ഓരോരുത്തരുടെ റെക്കോർഡ് ബുക്ക് ഉണ്ടാകും, റെക്കോർഡ് ബുക്കിൽ ഉണ്ടാകും. പിന്നെ ഫയലും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മള് ഇതാക്കുള്ള പനി നോക്കണത്, BP നോക്കണത്, വെയിറ്റ് മെഷീന്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ ഷിംല പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഉള്ള ആ ഒരു ഏരിയയാണ് എന്ത് പറയുക, നഴ്സിംഗ് സ്പേസ്. അതായത് വാർഡിനോട് ചേർന്ന് ഒരു ചെറിയൊരു റൂം പോലെ സെറ്റ് ചെയ്ത് കാണും അല്ലെ. അവിടെ നഴ്സസ്, അവിടെയാണ് നഴ്സുമാർ ഇരിക്കുന്നത്. നമുക്ക് വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മൾ ആ റൂമിൽ പോയിട്ട് ആ നഴ്സസിനോടല്ലേ ചോദിക്കാറ്. നമ്മൾ താഴെ പോയി ഡോക്ടറിന്റെ റൂമിൽ പോയി ചോദിക്കാറുണ്ടോ? നമ്മൾ നമ്മുടെ ഇരിക്കുന്ന നഴ്സസിനോടാണ് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ പോലെ ആ ഒരു റൂമിലെ കുറെ ചാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളുടെ ഓരോ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട്സുകളും ഉണ്ടാവും. മെഡിസിൻസുകൾ ഉണ്ടാവും. അത്യാവശ്യം വേണ്ടുന്ന കുറച്ച്, അതായത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഉച്ചയ്ക്ക് മെഡിസിൻ കൊടുത്തരാറില്ലേ നഴ്സുമാര്, ആ ഒരു മെഡിസിൻസ് ഓരോ പേഷ്യൻസിനും മെഡിസിൻസ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞ പോലെ തെർമോമീറ്ററോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു നഴ്സിംഗ് സ്പേസിന് ഉള്ളിൽ വരുന്നത്. അതാണ് നഴ്സിംഗ് സ്പേസ് എന്ന് പറയുന്നത്. പേഷ്യൻ സ്പേസ് എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ ആ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് ആ ഒരു ബെഡും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സെക്ഷൻ, അതാണ് പേഷ്യൻ സ്പേസ് എന്ന് പറയുന്നത്. കോറിഡോർസ്. കോറിഡോർസ് മീൻസ് എന്താണ്? ഒരു ഇടനാഴി പോലെ ചെറിയൊരു നീളത്തിലൊരു വഴിയൊക്കെ ഉണ്ടാവില്ലേ, ടോയ്ലറ്റിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്ത് വേറെ അതർ സെക്ഷനിലേക്ക് പോവാനോ ചെറിയൊരു ഇടനാഴി. കോറിഡോർസ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന മീനിങ് തന്നെ. ഇടനാഴി എന്നുള്ളൊരു മീനിങ് ആണ് കോറിഡോർസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അപ്പൊ 3 സ്പേസസിലും ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ. മാം ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയായിരുന്നു. ആ പേഷ്യൻ സ്പേസ് തുടങ്ങി ഒന്ന് എക്സ്പ്ലനേഷൻ തരാവോ? ഓക്കെ ഓക്കെ പേഷ്യൻ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കിടക്കുന്ന ഒരു വാർഡില് നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ബെഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെക്ഷനാണ് പേഷ്യൻ സ്പേസിൽ വരുന്നത്. അവിടെ പേഷ്യന്റ് മാത്രം വരുന്നുള്ളൂ, നഴ്സസ് ഒന്നും വരുന്നില്ല. പേഷ്യൻസ് മാത്രം വരുന്ന ആ ഒരു ഏരിയ, അതാണ് എന്റെ പേഷ്യൻ സ്പേസിനോട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറയുന്നത് നഴ്സിംഗ് സ്പേസ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു വാർഡിന്റെ അറ്റത്തായിട്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു നഴ്സിംഗ് റൂം പോലെ ഉണ്ടാവും അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇനി ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഒരു വാർഡിൽ ഒന്ന് ചെന്ന് നോക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു നഴ്സിംഗ് സ്പേസ്, അവിടെയാണ് നഴ്സുമാരൊക്കെ ഇരിക്കുന്നത് അല്ലെ. അവിടെ നമ്മളുടെ റിപ്പോർട്ടുകളും ചാർട്ടുകളും ഈ പറഞ്ഞ തെർമോമീറ്ററുകള് മറ്റു എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു നഴ്സിംഗ് സ്പേസില്. അതാണ് നഴ്സിംഗ് സ്പേസ് എന്ന് പറയുന്നത്. കോറിഡോർസ്. കോറിഡോർസ് മീൻസ് എന്താണ്? ഇടനാഴി. നടുക്കേ കൂടി ഒരു ചെറിയ ഗ്യാപ്പിൽ ഒരു വഴി പോലെയൊക്കെ ഉണ്ടാവില്ലേ, അതാണ് കോറിഡോർസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ച ആൾക്ക്? യെസ് മാം. ഓക്കെ
ഓക്കെ, അപ്പൊ അത്രയും നോക്കിയാണല്ലോ വാർഡ് സ്പേസ് ഉദ്ദേശിക്കുന്നത്. PMC എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. ടൈപ്സ് ഓഫ് വാർഡ്. നമ്മൾ പറഞ്ഞു ഒരു വാർഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഒരു വാർഡിനുള്ളിൽ ബെഡുകളുണ്ട്, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ടൈപ്പ് ഓഫ് വാർഡ് അല്ലെ? നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലും പലതരത്തിലുള്ള വാർഡുകൾ ഉണ്ടാവണമെന്നില്ല. ചില ഹോസ്പിറ്റലിലൊക്കെ ഒരു വാർഡൊക്കെ ഉണ്ടാവുള്ളൂ, ജനറൽ ആയിട്ടുള്ള ഒരു ജനറൽ വാർഡുകൾ ഉണ്ടാവുള്ളൂ. എങ്കിൽ മറ്റു ചില ഹോസ്പിറ്റലുകൾ, ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാവില്ലേ? ഇപ്പോ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ എന്താ പറയാ ഗൈനക്ക്, അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള വാർഡുകൾ എങ്ങനെയൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകൾ വരുന്നതെന്നാണ് നോക്കുന്നത്. ടൈപ്സ് ഓഫ് വാർഡ് എന്ന് പറയുന്നത് ജനറലി മെയിൻ ആയിട്ട് 2 ടൈപ്പ് വാർഡുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ജനറൽ വാർഡ്. ജനറൽ വാർഡ്സ് എന്ന് വെച്ചാൽ കോമൺ വാർഡ് പോലെ അവിടെ എല്ലാ തരത്തിലുള്ള പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സെക്കൻഡ് വൺ സ്പെഷ്യലൈസ്ഡ് വാർഡ്. സ്പെഷ്യലൈസ്ഡ് വാർഡിലാണ് ഓരോ വാർഡിനെ സെപ്പറേറ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ സ്പെഷ്യൽ വാർഡുകളൊക്കെ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഫീമെയിൽ വാർഡ്, മെയിൽ വാർഡ്, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഉണ്ട്, കേട്ടിട്ടുണ്ട്. കുട്ടികളുടെ വാർഡ് എന്നൊക്കെ നമുക്ക് അല്ലേ? ഇപ്പൊ പീഡിയാട്രിക് വാർഡ്, അങ്ങനെ ഓരോ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വാർഡുകളൊക്കെ ഓരോ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവുന്നില്ല, അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സുകൾ ഉണ്ടെന്ന്. അങ്ങനെയുള്ള പേഷ്യൻസിന് അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉള്ളവർക്ക് ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരു വാർഡുകൾ സെപ്പറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? മാം സ്ക്രീനിൽ കാണുന്നില്ല. സ്ക്രീനിൽ ഫയല് മാത്രമേ ഉള്ളൂ. സ്ക്രീൻ കാണുന്നുണ്ട്, ഫയല് മാത്രമേ ഉള്ളൂ മാം. ഓക്കെ, നമ്മളുടെ നോട്ട്സ് നിങ്ങൾ കാണുന്നില്ല അല്ലേ? ഓക്കെ, ഇല്ല. ഓക്കെ മാം. ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ജനറൽ വാർഡുകളുണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡുകളുണ്ട് അല്ലെ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലുള്ള എന്തൊക്കെ സ്പെഷ്യലൈസ്ഡ് വാർഡുകളാണ് ഒരു ഹോസ്പിറ്റലിൽ ഉള്ളത് നമ്മൾ നോക്കുന്നത്. ഇവിടെ കുറച്ച് അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകളാണ് പറയുന്നത്. അത് കൂടാതെ ഞാൻ പറഞ്ഞു മെയിൽ വാർഡ് ഉണ്ടാവും, ഫീമെയിൽ ഉണ്ടാവും, പീഡിയാട്രിക് വാർഡൊക്കെ ഉണ്ട്. സോ അത് കൂടാതെ വരുന്ന സ്പെഷ്യൽ ആയിട്ട് വരുന്ന വാർഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. നോക്കാം, നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ്. ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ്. മെറ്റേണിറ്റി വാർഡിൽ എന്തായിരിക്കും? കൂടുതലും ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസ് ആയിരിക്കും അല്ലെ? അതൊരു ഫീമെയിൽ വാർഡാണ്. ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസും ഗൈനക്കിൽ വരുന്നത് ഇപ്പൊ ഗർഭസംബന്ധമായിട്ടുള്ള അങ്ങനെ വരുന്ന ഗൈനക് പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസോ കഴിഞ്ഞ പേഷ്യൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു വാർഡിൽ കിടക്കുന്നത് അല്ലെ? മറ്റു പേഷ്യൻസ് ഒന്നും ആ ഒരു വാർഡിൽ വരില്ല. ഇപ്പോൾ ഡെലിവറി വാർഡിലാണെങ്കിൽ നമുക്കറിയാം ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസ് മാത്രമായിരിക്കില്ല അവിടെ കിടക്കുന്നത്, വേറെ പേഷ്യൻസ് ഒന്നും കിടക്കില്ല. സോ അതാണ് ഒരു ഫസ്റ്റ് സ്പെഷ്യൽ വാർഡ് എന്ന് പറയുന്നത്, ഗൈനക്കിന്റെ മെറ്റേണിറ്റി വാർഡ്. സെക്കൻഡ് വൺ ഓങ്കോളജി. ഓങ്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ്, എന്താണ് ഓങ്കോളജി? എന്തുമായിട്ടാണ് റിലേറ്റഡ് ചെയ്തിരിക്കുന്നത്? ക്യാൻസർ. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എങ്കിലും അറിയാത്തവരാണെങ്കിലും ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിലൊന്ന് കുറിച്ചിടുന്നേ. ഓങ്കോളജി. ഓങ്കോളജി എഴുതാ, ഒരു ഹൈഫൻ ഇട്ടിട്ട് ക്യാൻസർ എഴുതാട്ടോ. ഓങ്കോളജി എഴുതിക്കോളൂ. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അറിയാവുന്ന ഉറപ്പുണ്ടെങ്കിൽ എഴുതില്ല, എങ്കിലും ഗ്യാപ്പുള്ളവരൊക്കെ ഉണ്ടല്ലോ. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് എഴുതില്ല. നോട്ട് എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. ഓങ്കോളജി മനസ്സിലായില്ല, അതൊന്നും കൂടി പറഞ്ഞുതരുമോ? ഓങ്കോളജി മീൻസ് ക്യാൻസർ പേഷ്യൻസിലെ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും. മെയിൻ ആയിട്ട് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഒന്ന് എഴുതി വെക്കണേ, നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. നിങ്ങള് ഓരോ സ്പെഷ്യലൈസ്റ്റ് നമുക്ക് അറിയില്ലെങ്കിൽ ഒന്ന് നോക്കാലോ, കുഴപ്പമില്ല.
ഓങ്കോളജി ക്യാൻസർ പേഷ്യൻസ് കേട്ടോ, ക്യാൻസർ ആയിട്ട് റിലേറ്റഡ് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് വൺ നോക്കാം. നിങ്ങൾക്ക് മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ. കാര്യം നിങ്ങൾക്ക് മീനിങ് മനസ്സിലാവുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ എഴുതിയെടുക്കാം കേട്ടോ. അപ്പൊ ഗൈനക്കോളജി നോക്കി, ഓങ്കോളജി. ഓങ്കോളജിയിലെ മെഡിസിൻ ഉണ്ട്, സർജറി ഉണ്ട്. നമുക്കറിയാം ക്യാൻസർ പേഷ്യൻസിന് ചിലവർക്ക് ചില സർജറികളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ സർജറി കഴിഞ്ഞ പേഷ്യൻസും വാടി ഉണ്ടാകുന്നുണ്ട്. മെഡിസിൻ കഴിക്കുന്നവരും മരുന്ന് ട്രീറ്റ്മെന്റ്സും മരുന്ന് കഴിക്കുന്ന പേഷ്യൻസും ആ ഒരു വാർഡില് ഉണ്ടാകും. അടുത്ത സെക്ഷൻ ഏതാണെന്ന് നോക്കാം. നെഫ്രോളജി. എന്താണ് നെഫ്രോളജി? എന്തുമായിട്ട് റിലേറ്റഡ് ആണ് നെഫ്രോളജി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ ടേം? കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ മൂത്രാശയ രോഗങ്ങളോ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായി വരുന്ന മറ്റു രോഗങ്ങളൊക്കെ വരുന്നതാണ് നെഫ്രോളജിയിൽ ഉൾപ്പെടുന്നത്. അവിടെ ഡയാലിസിസ് അല്ലെ, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഇവിടെ ഉൾപ്പെടും. CTVS. CTVS എന്താണെന്ന് അറിയാമോ? Cardiothoracic vascular. ടീച്ചർ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. CTVS ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ചിടണേ. CTVS നോട്ട് കാണാൻ പറ്റുന്നില്ല. കാർഡിയോ തൊറാസിക് കേട്ടോ. ഒന്നും കൂടി പറയാമോ അത്? കമന്റ് ആയിട്ട് ഇട്ട് തരാം കേട്ടോ. കമന്റ് ചെയ്യുന്നുണ്ട്, നോക്കാം കേട്ടോ. ഓക്കെ, കാർഡിയോ തൊറാസിക് വസ്കുലാർ സർജറി CTVS. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാറുണ്ട് കേട്ടോ. എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. കാർഡിയോ മീൻസ് എന്താണ്? നമുക്കറിയാം ഒരു ഹാർട്ട് സംബന്ധമായിട്ടുള്ള അല്ലെ, കാർഡിയോ അല്ലെങ്കിൽ എന്താ പറയാ ഹൃദയ സംബന്ധമായിട്ട് വരുന്ന ഡിസീസസും കാര്യങ്ങളൊക്കെയാണ് ഈ കാർഡിയോ തൊറാസിക് വസ്കുലർ സർജറിയിൽ വരുന്നത്. ബൈപ്പാസ് സർജറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓപ്പൺ സർജറി അല്ലെങ്കിൽ ഹൃദയത്തിന്റെ വാൽവുകളുടെ പ്രശ്നങ്ങള്, ഹൃദയ സംബന്ധമായിട്ട് വരുന്ന സർജറീസ് കാര്യങ്ങളൊക്കെയാണ് ഈ കാർഡിയോ വസ്കുലാർ തൊറാസിക്കിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, സ്ക്രീനൊക്കെ ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മിസ്. അപ്പൊ CTVS ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ നോട്ട്ബുക്കില്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേമുകളൊക്കെ ഇല്ലേ? CTVS മീൻസ് നമ്മള് കാർഡിയോവസ്കുലർ, അതായത് ഹൃദയ സംബന്ധമായിട്ട് വരുന്ന സർജറീസ് കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു ബൈപ്പാസ് സർജറി, അല്ലെങ്കിൽ ഇപ്പോ ഹാർട്ട് ഓപ്പൺ സർജറി എന്നൊക്കെ പറയാറില്ലേ? ഹൃദയം തുറന്നുള്ള സർജറികള്, അല്ലെങ്കിൽ ഇപ്പോ ശ്വാസകോശ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള വാൽവുകളുടെ എന്തെങ്കിലും തകരാറ് മൂലമുള്ള പ്രശ്നങ്ങളോ അങ്ങനെയുള്ള വലിയ വലിയ ഹാർട്ട് സംബന്ധമായിട്ടുള്ള സർജറികളൊക്കെ ഇല്ലേ? അതാണ് കാർഡിയോ തൊറാസിക്കിൽ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ന്യൂറോളജി കേട്ടിട്ടുണ്ടോ? ന്യൂറോ സ്പെഷ്യലിസ്റ്റിനൊക്കെ കാണുന്നതൊക്കെ പറയാറില്ലേ ഹോസ്പിറ്റലില്? ന്യൂറോ ഞരമ്പ് സംബന്ധമായ ഞരമ്പ് സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ നാഡി സംബന്ധമായിട്ടുള്ളത്, ഇപ്പൊ നട്ടലിന്റെയോ സ്പൈനൽ അങ്ങനെയൊക്കെ വരുന്ന കേസസ്, ഇപ്പൊ തലയിൽ ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്നതോ അങ്ങനെ ഞരമ്പിന്റെ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇപ്പോ നട്ടലിന് ക്ഷതമേൽക്കുകയോ സ്പൈനൽ കോഡിൽ വരുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള നാഡീ സംബന്ധമായിട്ട് വരുന്ന സർജറികളൊക്കെയാണ്
ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത്. അപ്പോ ഒരു ന്യൂറോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലായിരിക്കും ഇങ്ങനെയുള്ള വാർഡുകൾ ഉണ്ടാവുക അല്ലെ. ആ ഡോക്ടറല്ലേ അവർ ട്രീറ്റ് ചെയ്യുന്നത് ആ പേഷ്യൻസിനെ. ന്യൂറോളജി ഡോക്ടർ ആയിരിക്കുമല്ലോ ആ ഒരു വാർഡിൽ വന്ന് നോക്കുന്നതും അവരുടെ ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ. അപ്പൊ അതാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. Then last one നോക്കാം, ഒപ്താൽമോളജി. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്താണ് ഒപ്താൽമോളജി? കണ്ണിന്റെ ഇനി അറിയാമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കണം. ഒപ്താൽമോളജി ഒരു ഹൈഫിനിട അയന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഒപ്താൽമോളജിയിൽ വരുന്നത് കണ്ണിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോ കണ്ണിന്റെ ഓപ്പറേഷനൊക്കെ, ഇപ്പൊ തിമിരത്തിന്റെ ഓപ്പറേഷനോ അല്ലാതെ വരുന്ന കണ്ണിൽ വരുന്ന സർജറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണിന്റെ സംബന്ധമായിട്ട് വരുന്ന മറ്റ് അസുഖങ്ങളൊക്കെ വരുന്നവരാണ് ഈ ഒരു ഒപ്താൽമോളജി വാർഡിൽ കിടക്കുന്നത്. വേറെ ഒരു തരത്തിലും അസുഖങ്ങളുള്ള പേഷ്യൻസ് ഒന്നും ആ വാർഡിൽ ഉണ്ടാവില്ല. ഓരോ സ്പെഷ്യൽ വാർഡുകളിലും എന്തിന്റെ സ്പെഷ്യൽ വാർഡാണോ ആ ഒരു അസുഖമുള്ള ഒരു പേഷ്യൻസ് മാത്രമായിരിക്കും ആ വാർഡിൽ കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടത് ഇതുപോലെ ഓങ്കോളജി ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്നു, ഒപ്താൽമോളജി അങ്ങനെയുള്ള ടേമുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ പഠിച്ചു വെക്കണം കേട്ടോ. ന്യൂറോളജി മീൻസ് നാഡീ സംബന്ധമായിട്ടുള്ളത്, അതായത് ഇപ്പൊ ഞരമ്പ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോ നമുക്കിപ്പോ വീഴ്ചകളിലും മറ്റും എന്തെങ്കിലും മുകളിൽ നിന്ന് വീഴുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ നട്ടലിലൊടിയുക നട്ടലി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരാറില്ലേ. അങ്ങനെ ഒരു സ്പൈനൽ കോഡിന് അങ്ങനെ സംഭവിച്ചു, നട്ടലിന് എന്തെങ്കിലും ചടങ്ങുകളോ ഒടിവുകളോ ഒക്കെ പറ്റി അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ട് മീൻസ് ഞാൻ പറഞ്ഞിപ്പോ ബ്ലഡ് ക്ലോട്ട് ആവുന്ന അവസ്ഥയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് ന്യൂറോയിൽ വരുന്നത്. നെഫ്രോളജി എന്ന് പറയുമ്പോൾ മാറിപ്പോകരുത്. നെഫ്രോളജി എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായിട്ട് വരുന്നത്. ന്യൂറോളജി നെഫ്രോളജി ചിലപ്പോ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് നെഫ്രോളജി ഓർക്കുമ്പോൾ നിങ്ങൾ ആ ഡയാലിസിസും CTVS ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഒന്നുകൂടി ഒന്ന് പറയാം. സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഗൈനക്കോളജി എന്നുള്ള മെറ്റേണിറ്റി വാർഡ്. അവിടെ നമ്മൾ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസും അല്ലെങ്കിൽ അതൊരു ഫീമെയിൽ വാർഡാണ്. ഗൈനക്ക് സംബന്ധമായിട്ടുള്ള സർജറീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വാർഡാണ് ഗൈനക്കോളജി അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഓങ്കോളജി, മെയിൻ ആയിട്ട് ക്യാൻസർ പേഷ്യന്റ്. എന്താ മെറ്റേണിറ്റി ആണോ ഏതാണ്? ഓക്കെ, ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസ് ആണ്. ഓങ്കോളജി മെയിൻ ആയിട്ട് ക്യാൻസർ പേഷ്യൻസിന്റെ ആ ഒരു ഏരിയയാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ദെൻ അവിടെ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട് അല്ലെ. ദെൻ നെഫ്രോളജി നമ്മൾ പറഞ്ഞു വൃക്ക സംബന്ധമായിട്ടുള്ള കിഡ്നി സംബന്ധമായിട്ടുള്ള ആത്മമൂത്രാശയ രോഗങ്ങളോ അങ്ങനെയുള്ള കേസസുകൾ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവാം. ദെൻ കാർഡിയോളജി ആൻഡ് CTVS ഹൃദയ സംബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്കോ ഹൃദയ സംബന്ധമോ അല്ലെങ്കിൽ ഓപ്പൺ സർജറികൾ അല്ലെ, ഹൃദയം തുറന്നുള്ള സർജറികളോ ഇപ്പോ ബൈപ്പാസ് സർജറി അങ്ങനെയുള്ള സർജറികളൊക്കെ ഉൾപ്പെടുന്നതാണ് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നത്. ദെൻ ന്യൂറോളജി നമ്മൾ പറഞ്ഞു നാഡീ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് നെർവേഴ്സിനെ ബാധിക്കുന്നത്. ഇപ്പൊ നട്ടലിനുകൾക്ക് ക്ഷതം പറ്റുകയോ ഒടിയുകയോ പരിക്കോ അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് ന്യൂറോളജിയിൽ വരുന്നത്. അവിടെ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടാവും, ഓൾറെഡി മെഡിസിൻ മാത്രം ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന പേഷ്യൻസും ഉണ്ടാകാം. ദെൻ ലാസ്റ്റ് വൺ ഒപ്താൽമോളജി നമ്മൾ പറഞ്ഞു നേത്ര വിഭാഗം അല്ലെ. ഇപ്പൊ കണ്ണിന്റെ സർജറി കഴിഞ്ഞവരും കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരിക്കുകളോ കാര്യങ്ങളൊക്കെ വരുന്ന പേഷ്യൻസ് ആണ് ഒപ്താൽമോളജിയിൽ വരുന്നത്. ഓക്കെ ആണോ? കുഴപ്പമില്ലാലോ? ഏതാ CTVS ഉദ്ദേശിക്കുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. അസുഖങ്ങളല്ല, കുറച്ച് സർജറികളൊക്കെ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബൈപ്പാസ് സർജറി നടത്തുകയോ ഇപ്പൊ ഹൃദയം തുറന്നുള്ള ഓപ്പൺ സർജറീസോ അങ്ങനെ കുറച്ച് എന്താ പറയാ കുറച്ച് മേജർ ആയിട്ടുള്ള സർജറീസ് ഇല്ലേ, അതൊക്കെയാണ് CTVS എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാം ഒരു ചെറിയൊരു തിരുത്തുണ്ട് മാം. ആ CTVS എന്നുള്ളത് നെഫ്രോളജി പെടുന്നല്ല മാം. CTVS എന്നുള്ളത് കാർഡിയാക് ആണ്. അത് കാർഡിയോളജി എന്നുള്ളത് മിസ്റ്റേക്ക് ആണ്. നെഫ്രോളജി ഓക്കെ, അതൊരു സ്ലാഷ് പോയിട്ടിട്ടുണ്ട്. അങ്ങനെ ഉദ്ദേശിച്ചത് നെഫ്രോളജി
ഡയാലിസിസും നെഫ്രോളജിയിൽ വരുന്നതാണ് നെഫ്രോളജി ഡയാലിസിസ് ഏരിയ. ദെൻ കാർഡിയോളജി ആൻഡ് CTVS കൊടുത്തിട്ടുണ്ട് അവിടെ അല്ലെ. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റില് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കാർഡിയോളജിയിലാണ് സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടില്ല എന്നുള്ളൂ. നമുക്ക് ഇതിൽ തന്നെ കിട്ടേക്കുന്നതാണ് കേട്ടോ. സംഭവം CTVS എന്ന് പറഞ്ഞാല് ഹൃദയം ഓപ്പൺ ശസ്ത്രക്രിയകളും അങ്ങനെ വരുന്നതാണ് CTVS കേട്ടോ. അപ്പൊ അതിനൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. ഒരുമിച്ച് ഞാൻ പറഞ്ഞു പോയതുള്ളൂ, കാരണം നമുക്ക് പ്രിന്റഡിൽ നെക്സ്റ്റ് ഒരു കുഞ്ഞു സെക്ഷനും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് എടുക്കുകയാണ്. ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു കുഞ്ഞു ക്വസ്റ്റ്യൻസ് കൂടി എടുക്കുന്നുള്ളൂ. ഓക്കെ, നോക്കാം. മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് എന്തൊക്കെയാണ് ഒരു വാർഡിനുള്ളിലെ കമ്പോണൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം കമ്പോണൻസ്. മെയിൻ ആയിട്ട് 4 കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ ഏരിയ, സെക്കൻഡ് വൺ ഓക്സിലറി ഏരിയ, തേർഡ് വൺ ആൻസിലറി ഏരിയ ആൻഡ് ഫോർത്ത് വൺ സാനിറ്ററി ഏരിയ. ഇനി ഓരോ ഏരിയയിലും കുറച്ച് ബ്രാക്കറ്റ്സിലിട്ട് തന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെ. ഓരോ ഏരിയയിലും ആരൊക്കെയാണ് ഉൾപ്പെടുത്തിയതാണ് ഒരു ബ്രാക്കറ്റിലിട്ട് തന്നിരിക്കുന്നത് കേട്ടോ. ഓരോ ഏരിയയിലും ഉൾപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ ഏരിയകളാണ് അതിൽ ഉൾപ്പെടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നോക്കാം. ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേഷ്യന്റും നേഴ്സും തമ്മിലുള്ള ഒരു പേഷ്യന്റും നേഴ്സും ആണ് ഇവിടെ മെയിൻ ആയിട്ട് ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത്. ഒരു ആരോഗ്യ ക്ലിനിക്കില് അങ്ങനെ ഉദ്ദേശിച്ചാൽ ഒരു ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് പേഷ്യന്റ്. നോക്കാം. പേഷ്യന്റ് ഉണ്ട്, നേഴ്സിംഗ് ഏരിയ ആൻഡ് നേഴ്സിംഗ് കൗണ്ടർ. പേഷ്യന്റും വരും, നേഴ്സ് വരുന്നുണ്ട്. നഴ്സിംഗ് ഏരിയ മീൻസ് നമുക്കറിയാം ഒരു പേഷ്യൻസിന്റെ ഒപ്പം തന്നെ നേഴ്സസ് അത്യാവശ്യം കാര്യങ്ങൾ നമ്മളുടെ ഒപ്പം തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അല്ലെ. സോ അതാണ് നഴ്സിംഗ് ഏരിയ എന്ന് പറയുന്നത്. നഴ്സിംഗ് കൗണ്ടർ. നഴ്സിംഗ് കൗണ്ടർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ബാക്ക് ഓഫീസ് പോലെ മറ്റു നഴ്സസ് ഇപ്പൊ OP-യിലായാലും അല്ലെങ്കിൽ ഫാർമസിയിൽ അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ നഴ്സിംഗ് കൗണ്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ നഴ്സിംഗ് കൗണ്ടറും നഴ്സിംഗ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പേഷ്യൻസിന്റെ ഒപ്പം തന്നെ ഓരോ നഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു നഴ്സിംഗ് ഏരിയ അല്ലെങ്കിൽ പേഷ്യന്റ് ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ് ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങള് കറക്റ്റ് ആയിട്ട് തന്നെ ഓരോ ഏരിയയിലും അതിനുള്ളിൽ വരുന്നത് ആരൊക്കെയാണെന്ന് പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചു പോകണം. കാരണം എക്സാമിന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോ പേഷ്യന്റ് നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ, ഐഡന്റിഫൈ ദ കമ്പോണൻസ് ഓഫ് വാർഡ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ആ കമ്പോണൻസിന്റെ ഉള്ളിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് തന്നിട്ട് അത് ഏത് കമ്പോണൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരും. സോ ഓരോ കമ്പോണൻസിൽ വരുന്നത് ആരൊക്കെയാണെന്ന് പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഏരിയ നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ ഏരിയ. പേഷ്യന്റ് ഉണ്ട്, നേഴ്സ് ഉണ്ട്, നഴ്സിംഗ് കൗണ്ടർ ഉണ്ട്. സെക്കൻഡ് വൺ ഓക്സിലറി ഏരിയ. ഓക്സിലറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ ഗ്രാമർ പഠിച്ചിട്ടുണ്ടോ? അത് തന്നെ ഓക്സിലറി വെർബ് അല്ലെ. ഓക്സിലറി വെർബ് എന്ന് വെച്ചാൽ എന്താണ്? സഹായക ക്രിയ അല്ലെ. ഈ ക്രിയയോട് സഹായിക്കുന്ന ഒരു ക്രിയയല്ലേ ഓക്സിലറി വെർബ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓക്സിലറി മീൻസ് സഹായകമായിട്ടുള്ളത് അല്ലെ. ഹെൽപ്പിംഗ് ഏരിയ, ക്ലിനിക്കലായിട്ട് ഹെൽപ്പഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഓക്സിലറി ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഓക്സിലറി ഏരിയ എന്ന് പറയുന്നത് നേഴ്സസ് റൂം ആൻഡ് ഡോക്ടേഴ്സ് റൂം. നഴ്സസിന്റെ ഒരു റൂമും ഡോക്ടേഴ്സിന്റെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു റൂംസ് ഉണ്ടാവില്ലേ? ആ ഒരു ഡോക്ടേഴ്സ് റൂമും നഴ്സിംഗ് റൂമും ഉൾക്കൊള്ളുന്നതാണ് ഓക്സിലറി ഏരിയ എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്സിലറിയിൽ വരുന്നത് റൂമുകളാണ്. അങ്ങനെയൊക്കെ ഒന്ന് കോടക്കിട്ടൊക്കെ ഒന്ന് പയ്യൊന്ന് പഠിക്കാൻ നോക്കണം കേട്ടോ. ഓക്സിലറി റൂമുകളാണ്, നഴ്സിന്റെ റൂമും ഡോക്ടേഴ്സിന്റെ റൂമും. ഓക്കെ, മൂന്നാമത്തത് ആൻസിലറി ഏരിയ. ഈ ഓക്സിലറിയും ആൻസിലറിയും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ റൂം എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്സിലറി റൂമുകളാണ് വരുന്നത്. ആൻസിലറി നോക്കാട്ട് എന്തൊക്കെയാണെന്ന്. ആൻസിലറി മീൻസ് അതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന ഏരിയയാണ് ആൻസിലറി റൂം എന്ന് പറയുന്നത്. ആൻസിലറി നോക്കാം. പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി ഡേ. പാൻട്രി കേട്ടിട്ടുണ്ടോ? മീനിങ് പാൻട്രി. പാൻട്രി മീൻസ് കലവറ എന്നുള്ളൊരു അതായത് പാത്രങ്ങൾ വെക്കുന്ന അങ്ങനത്തെ ഒരു ഡോക്കില്ലേ കലവറ. ഇവിടെ നമുക്ക് ഒരു വാർഡിനെ സംബന്ധിച്ച് ഒരു സൈഡിൽ പോലെ ഒരു പാൻട്രി റൂം ഉണ്ടാകും.
അത്യാവശ്യം ഈ മരുന്നുകളൊക്കെ വെക്കുന്ന ട്രേസും കാര്യങ്ങളും അല്ല ചിലപ്പോ ഫ്ലാസ്കോ അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ട ആവശ്യമായിട്ടുള്ള കുറച്ച് പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയയാണ് പാൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡേ റൂം. ഡേ റൂം ഇവിടെ വാർഡിനെ സംബന്ധിച്ചൊരു ഡേ റൂം എന്ന് പറയുന്നത് ഒരു റിഫ്രഷ്മെന്റ് റൂം പോലെ ഒരു ചെറിയൊരു റൂമിൽ ഒരു ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ നഴ്സസിനായാലും ഒരു റിഫ്രഷ്മെന്റിനോ അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ഏരിയയാണ് ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രോളി ബേ. ട്രോളി ബേ എന്താണ്? ട്രോളി ബേ കണ്ടിട്ടുണ്ടോ? ട്രോളി ഹോസ്പിറ്റലിലൊക്കെ പേഷ്യന്റിനെ കിടത്തുന്ന അതായത് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് മീൻസ് മെഡിസിൻസും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു സ്ക്വയർ പോലത്തെ ടേബിൾ പോലത്തെ സംഭവത്തിൽ കൊണ്ടു പോകുന്നത് കണ്ടിട്ടുണ്ടോ? സിനിമയിൽ എങ്ങനെ കണ്ടിട്ടുണ്ടാവും? ഓരോ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഓക്കെ, നഴ്സുമാര് വാർഡിലേക്ക് വേണ്ടുന്ന ഓരോ പേഷ്യൻസിന്റെ മരുന്നുകളും ചാർട്ടുകളും എല്ലാം ആ ഒരു ട്രോളി പോലത്തെ ഒരു സംഭവത്തിൽ ഉണ്ടാവും. വണ്ടി പോലെ അഡ്മിറ്റ് ആയി കിടക്കുമ്പോ മെഡിസിൻ ഒക്കെ അതിലായിരിക്കും കൊണ്ടുവച്ച് മെഡിസിനൊക്കെ നമ്മുടെ വാർഡിലോട്ടൊക്കെ ഈ ഒരു ട്രോളി ബേയിലായിരിക്കും സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിന്റെ അടുത്ത് മാറിമാരൊക്കെ ചെയ്യണ്ടേ? ഓരോ പേഷ്യൻസിന് മെഡിസിൻസ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാം ഒരാളുടെ കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ മെഡിസിൻ പോയി എടുത്ത് വരാനൊക്കെ ആ ഒരു ടൈമും കാര്യങ്ങളും എടുക്കും. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ? സോ അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു ട്രോളി ബേയിൽ അവർ അത്യാവശ്യം വേണ്ടുന്ന മെഡിസിൻസ് കാര്യങ്ങളും ഓരോ പേഷ്യൻസിന് കൊടുക്കേണ്ട മെഡിസിൻസ് ഒക്കെ തരംതിരിച്ചിട്ട് വെച്ച് ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ട്രോളി ബേയിലൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോ ട്രോളി ബേ, പാൻട്രി, ഡേ റൂം, ട്രോളി ബേ ഇപ്പൊ മൂന്നും ചേരുന്ന ഒരു ഏരിയയാണ്. സംശയം ചോദിച്ചോട്ടെ, ഈ ട്രോളി ബേയില് ഈ മെഡിസിൻ മാത്രമാണോ അതോ ട്രോളി പേഷ്യന്റിനെ കിടത്തിക്കൊണ്ട് പോകുന്ന ട്രോളിയും അതിൽ തന്നെ ഉൾപ്പെടുന്നുണ്ടോ? ട്രോളി വീൽചെയർ അങ്ങനെയുള്ള സംഭവങ്ങൾ ട്രോളി ബേയിലുണ്ടോ അതോ മെഡിസിൻ ട്രോളി മാത്രമാണോ പറയുന്നത്? ഇവിടെ ട്രോളി ബേ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ അത്യാവശ്യം നമ്മൾ വാർഡിലെ കാര്യങ്ങളല്ലേ പറയുന്നത്. അപ്പൊ സോ വീൽചെയറും ഈ പറഞ്ഞ പോലെ അത് ഓക്കെ ട്രോളി ബേയിൽ തന്നെ ഉൾപ്പെടുത്താം. പക്ഷെ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് വാർഡിന്റെ കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പറയുന്നത് അല്ലെ? അപ്പൊ വാർഡിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഓരോ പേഷ്യൻസിന് കൊടുക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ട്രോളി ബേ ആണ് നമ്മൾ ഈ വാർഡിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിസിൻസും ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഈ ഒരു ട്രോളി ബേയോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡേ റൂം എന്താണ്? ഡേ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ് റൂം പോലെ ഒരു എന്താ പറയാ ഒരു ബെഡ് അറേഞ്ച് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ബെഡ് ഒക്കെ കാണാറില്ലേ നിങ്ങള്? ചെറിയൊരു എക്സ്ട്രാ ബെഡ് ഓൾറെഡി ഉണ്ടാകും. ഇതിനാണ് ഈ ഒരു ഡേ റൂം നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേറെ ഇരിക്കുന്നൊന്നും ഇല്ല. ഇങ്ങനെ ഡേ റൂം എന്ന് പറയുന്ന ഒരു റിഫ്രഷ്മെന്റ് റൂം പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഫോർ പേഷ്യൻസ് ഓർ സ്റ്റാഫ്? പേഷ്യൻസ് കണ്ടോളൂ. പേഷ്യൻസിനാണോ സ്റ്റാഫിനാണോ? ഓൾറെഡി അതൊരു എന്താ പറയുക റൂമാണ്. അപ്പൊ നമുക്കിപ്പോ ഇൻ കേസ് എന്തെങ്കിലും ബൈസ്റ്റാൻഡോ എന്തെങ്കിലും വല്ല പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻസിനും നഴ്സസിനും മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ നോക്കാം, സാനിറ്ററി ഏരിയ. സാനിറ്ററി മീൻസ് നമുക്കറിയാലോ ടോയ്ലറ്റ്സും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് സൈഡിൽ വരുന്ന ഒരു ഏരിയ, യൂട്ടിലിറ്റി അല്ലെ, അങ്ങനെ മോശം ക്ലീൻനെസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഏരിയകളൊക്കെയാണ് സാനിറ്ററി ഏരിയയിൽ വരുന്നത്. ഒന്നുകൂടി പറയാം, 4 ഏരിയകളാണ്: ക്ലിനിക്കൽ, ഓക്സിലറി, ആൻസിലറി ആൻഡ് സാനിറ്ററി. ഓക്സിലറി ആൻസിലറി മാറിപ്പോകരുത്. സോ ഓക്സിലറിയിലെ റൂമുകളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്സിലറിയിൽ നഴ്സിംഗ് റൂമും ഡോക്ടേഴ്സ് റൂമും വരുന്നു. ആൻസിലറിയിലാണ് നമ്മൾ പറഞ്ഞ പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. സാനിറ്ററിയിൽ നമുക്കറിയാം ടോയ്ലറ്റ്സും യൂട്ടിലിറ്റി വരുന്നു. ക്ലിനിക്കൽ വരുന്നത് മെയിനായിട്ട് ആരാണ്? പേഷ്യന്റും നഴ്സും ആണല്ലോ. സോ പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ ആൻഡ് നഴ്സിംഗ് കൗണ്ടർ. ഓക്കെ, ഇത് ഇത്ര എടുക്കുന്നുള്ളൂ. നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും എടുത്തത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് പോകുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നത്തെ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് ഇന്ന് തന്നെ ഇതിന് ക്വസ്റ്റ്യൻസ് വരുമോ? നമുക്ക് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിന്റെ അതായത് എത്ര പോർഷൻസ് നിങ്ങൾ എടുത്തുവോ അതിനുള്ള ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് അയച്ചു കേട്ടോ. അത് അന്നേരം ഗ്രൂപ്പില് എന്താ കാരണം അതിന്റെ മാർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം ഗ്രൂപ്പില്.
അല്ല മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അറ്റൻഡ് ചെയ്യാം, എല്ലാ ദിവസവും വരുന്ന മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റ് അയച്ചു തരും. ഓരോ ടീച്ചേഴ്സും എത്ര ക്വസ്റ്റ്യൻസ് വെച്ചെടുത്തോ അതുവരെയുള്ള മോക്ക് ടെസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അത് ചെയ്ത് പഠിക്കുകാവോ? എന്താ അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടണോന്നാണ് ചോദ്യം. അത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത്. കാരണം പരമാവധി നമ്മൾ മോക്ക് ടെസ്റ്റുകൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യൻസിന്റെ ഐഡിയ ക്വസ്റ്റ്യൻസ് ലെവലൊക്കെ വരുന്നുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ചെയ്ത് പഠിക്കാൻ ഒരു ഏകദേശം ഓവറോൾ ഒരു റിവിഷൻ പോലെ തന്നെയാണല്ലോ മോക്ക് ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പേജിൽ എടുത്തിട്ടുള്ളൂ. സോ അത് നന്നായിട്ട് വായിച്ചു വരിക കേട്ടോ. ഓക്കെ മാം. ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? താങ്ക് യു മാം. യെസ് മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. Kaya naman.